ഉപ്പയും ഉമ്മയും ജീവിതത്തിൽ ഒരു തടസ്സമാണ് എന്ന് തോന്നുന്ന ആളുകളുണ്ടോ? ഒരു 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 ശല്യമായി ഉപ്പയും ഉമ്മയും അനുഭവപ്പെടുന്ന ആരെങ്കിലും ഉണ്ടോ? ഞാൻ തീർച്ചയായും പ്രതീക്ഷിച്ചത് ഒരു കുട്ടി പോലും ആ സദസ്സിൽ നിന്ന് കൈപൊക്കൂല എന്നാണ്. ഒരു പെൺകുട്ടി കൈ പൊന്തിച്ച്. അപ്പൊ ഞാൻ അവളോട് ചോദിച്ചു, എന്താ മോളെ, ഉപ്പയും ഉമ്മയും ഒരു തടസ്സമായി, ഒരു ശല്യമായി തോന്നുന്നതിന്റെ കാരണം എന്താണ്? അവള് പറഞ്ഞു, ഏത് സമയത്തും ഞാൻ ഉമ്മാന്റെ കൂടെ തന്നെ വേണം, എങ്ങോട്ട് പോകാനും എനിക്കൊരു ഫ്രീഡം തരൂല. ആദ്യം പറഞ്ഞ വാക്ക് പറഞ്ഞപ്പോ അങ്ങനെയൊക്കെ ചിന്തിക്കുകയും ചെയ്യുന്ന ആലോചിക്കുന്ന ആളുകൾക്ക് രണ്ടാമത്തെ വാക്ക് പറഞ്ഞപ്പോൾ കുറച്ചും കൂടി ഉണ്ടാവും, ഫ്രീഡം തരൂല എന്നൊരു അഭിപ്രായം നമുക്കുണ്ട്. ഉപ്പയും ഉമ്മയും ശല്യമാണ് എന്നൊരു അഭിപ്രായം ഇല്ലെങ്കിലും ഫ്രീഡം തരൂല എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. ഞാൻ അവളോട് പറഞ്ഞു, അവളോടടക്കം ആ സദസ്സിനോട് ഒന്നടങ്കം പറഞ്ഞത്, ഉപ്പയും ഉമ്മയും തരാതിരുന്ന ചില ഫ്രീഡമാണ് നമ്മളുടെ ഇന്നത്തെ ജീവിതം. ഉപ്പയും ഉമ്മയും ബോധപൂർവം നമുക്ക് തരാതിരുന്ന ചില സ്വാതന്ത്ര്യമാണ് ഇന്ന് നാം അനുഭവിക്കുന്ന ഈ ജീവിതം. എന്റെ കാരണം 2 വയസ്സായ സമയത്ത്, 2.5 വയസ്സായ സമയത്ത് ഇങ്ങനെ മെല്ലെ എഴുന്നേറ്റ് പിച്ച വെച്ച് തുടങ്ങി വീടിന്റെ പടികളിലേക്ക് എത്തുന്ന സമയത്ത് ഉമ്മ ഓടി വന്ന് ഇതിനപ്പുറത്തേക്ക് നടക്കാൻ സ്വാതന്ത്ര്യം തരാതിരുന്നപ്പോഴാണ് വീണ് നമുക്ക് ഒരപകടം പറ്റാതിരുന്നത്. കത്തിക്കൊണ്ടിരിക്കുന്ന വിളക്കിന്റെ തീനാളത്തിലേക്ക് കൈപിടിക്കാൻ പതിയെ നമ്മൾ മുട്ടിലിഴഞ്ഞ് ചെല്ലുന്ന സമയത്ത് ആ വിളക്ക് പിടിക്കാൻ പോകുന്ന നിമിഷത്തിൽ നമുക്ക് ഉമ്മ തരാതിരുന്ന ഫ്രീഡത്തിന്റെ വിലയാണ് നാം ഇന്ന് അനുഭവിക്കുന്ന ഈ ജീവിതം. അങ്ങനെ പല സ്ഥലങ്ങളിലും അരുതേ എന്ന് പറഞ്ഞ് കൈപിടിച്ച്, വേണ്ട എന്ന് പറഞ്ഞ് പിറകോട്ട് വലിച്ചത് കൊണ്ടാണ് അപകടം പറ്റാത്ത ഒരു ജീവിതം ഇന്ന് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത്. അതുകൊണ്ട് ചിലതൊക്കെ ഉമ്മയും ബാപ്പയും പറയുമ്പോൾ ഉൾക്കൊള്ളാനുള്ളൊരു മനസ്സുണ്ടാവുക എന്നത് ഏറ്റവും പ്രധാനമാണ്. അതിനെന്ത് വേണമെന്നറിയോ? എന്തിനാണ് ഞാൻ എൻ്റെ ഉമ്മയെ സ്നേഹിക്കുന്നത്? എന്തിനാണ് ഞാൻ എൻ്റെ ഉപ്പയെ സ്നേഹിക്കുന്നത്? എന്തിനാ ഉമ്മാനെ സ്നേഹിക്കുന്നത്? ഉമ്മാനെ സ്നേഹിക്കുന്നത് ഉമ്മാക്ക് വേണ്ടിയാണ്. അപ്പൊ എന്താ സംഭവിക്കാറിയോ? ഒരു ബൈക്കുമായിട്ട് കൂട്ടുകാരൻ അങ്ങനെ വരും, വീട്ടിന്റെ മുറ്റത്തെത്തും, ടർഫിക്ക് പോകുമല്ലേ ചോദിക്കും. അപ്പൊ ഇങ്ങനെ നമ്മൾ തലയിൽ ചുറന്നിങ്ങനെ നിന്നിട്ട് അടുത്ത ദിവസം അവനെ കാണുമ്പോൾ പറയും, എടാ നീയും കൂടി ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടല്ലേ ഞാൻ ബുക്ക് ചെയ്തത്, എനിക്ക് ചങ്ങായി ഒന്ന് വിടണ്ടേ, ഒന്ന് പറഞ്ഞേക്കണ്ടേ, വീട്ടിൽ നിന്നൊന്ന് വിട്ട് കിട്ടണ്ടേ. ഇത് ഉമ്മാക്ക് വേണ്ടി ഉമ്മയെ സ്നേഹിച്ചപ്പോൾ ഉള്ള പ്രശ്നമാണ്. അള്ളാഹുവിന് വേണ്ടിയാണ് ഉമ്മയെ സ്നേഹിച്ചതെങ്കിൽ ജീവിതത്തിൽ ഒരു സെക്കൻഡ് പോലും നമ്മുടെ ഉമ്മാക്കെതിരെ നമ്മൾ സംസാരിക്കൂല, ഉപ്പാക്കെതിരെ നമ്മൾ സംസാരിക്കൂല. അള്ളാഹുവിന് വേണ്ടി ഉമ്മയെ സ്നേഹിക്കണം. നേരത്തെ മുനവർ സ്വലാഹിയുടെ ക്ലാസ്സിൽ പറഞ്ഞത്, ജീവിതത്തിന്റെ ഓരോ നിമിഷവും മുന്നോട്ട് കൊണ്ടുപോകുന്നത് പടച്ചറബിന്റെ തൗഫീഖ് നമുക്ക് കിട്ടുമ്പോഴാണ്. ആ അള്ളാഹുവിന് നമ്മളോട് ഒരു ഇഷ്ടം വേണം. അള്ളാഹ് നമ്മളെ ഇഷ്ടപ്പെടുക, ഉമ്മ നമ്മളെ ഇഷ്ടപ്പെടുമ്പോഴാണ്. പ്രിയപ്പെട്ട കുട്ടികളെ, ശരിക്കൊന്ന് ആലോചിച്ചു നോക്കി. മറ്റെല്ലാ തിരക്കുകളിൽ നിന്നും മനസ്സൊന്ന് മാറ്റിവെച്ച് ശരിക്കൊന്ന് ആലോചിച്ചു നോക്കി. മനസ്സറിഞ്ഞു ഉമ്മ സ്നേഹിക്കാൻ പറ്റുന്ന ഒരു സ്വഭാവം എന്നിൽ നിന്ന് എൻ്റെ ഉമ്മച്ചിക്ക് അനുഭവിക്കാൻ പറ്റിയിട്ടുണ്ട്. ഇന്നലെ ഒരാൾ എന്നോട് പറഞ്ഞു, അവര് ഒരു പ്രഗ്നന്റ് ആയ സ്ത്രീ, ഇന്നലെ അവളുടെ ഓപ്പറേഷൻ കഴിഞ്ഞു. അൽഹംദുലില്ലാ, ആരോഗ്യപരമായ പ്രശ്നമൊന്നും ഇല്ലാതെ ആ കുട്ടിയും ഉമ്മയും ഇപ്പോൾ ജീവിക്കുന്നുണ്ട്. പക്ഷേ പ്രസവിക്കാനുള്ള സമയമായിട്ടല്ല ഓപ്പറേഷൻ നടന്നത്. അപ്പൊ അതിന്റെ കാരണം ചോദിച്ചപ്പോൾ അവർ പറഞ്ഞെന്തറിയോ? നമ്മളുടെ ജില്ലയിലുള്ള നാം ഈ സംസാരിക്കുന്നതിന്റെ പരിസരത്തുള്ള അറിയപ്പെട്ട ഒരു ഡോക്ടർ അവരോട് പറഞ്ഞു, കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ഒന്നുകിൽ ഉമ്മാനെയോ അല്ലെങ്കിൽ കുട്ടിയെ, രണ്ടിലൊരാളെ തിരിച്ചു കിട്ടുള്ളൂ. അതുകൊണ്ട് മാസം തികയാൻ കാത്തു നിന്നാൽ ഒരുപക്ഷെ ഉമ്മയെ നഷ്ടപ്പെടും. അതുകൊണ്ട് ഓപ്പറേഷൻ നടത്തണം എന്നാ പറഞ്ഞത്. ഒരുപക്ഷെ ജീവിതത്തെ വില കൊടുത്തിട്ടാണ് ഉമ്മ നമ്മളെ പ്രസവിച്ചിട്ടുള്ളത്. മരണം സംഭവിക്കാവുന്ന നിമിഷങ്ങൾ അഭിമുഖീകരിച്ചിട്ടാണ് എനിക്കും നിങ്ങൾക്കും നമ്മുടെ മാതാവ് ജന്മം തന്നിട്ടുള്ളത്, അല്ലെ? ഏറ്റവും സന്തോഷമുള്ള നിമിഷമാണ് വീട്ടിലൊരു കുട്ടി ഉണ്ടാവുക എന്ന് പറഞ്ഞ. പക്ഷേ സ്വന്തം മകൾ പ്രസവിക്കാൻ പോകുമ്പോൾ നെഞ്ചു പൊട്ടുന്ന ഒരു ഉമ്മ ഉണ്ടാകും, നമ്മുടെ വല്യമ്മ. എന്തേ നെഞ്ചു പൊട്ടാൻ കാരണം എന്നറിയോ? എൻ്റെ മകൾ പോവുക, ആ കവാടം കടന്ന് പോകുന്നത് ജീവനോടുകൂടി തിരിച്ചു വരാനാണോ എന്ന് യാതൊരു ഉറപ്പുമില്ലാത്തൊരു പോക്കാണ്. ലേബർ റൂമിന്റെ ഡോറ് തുറന്ന് ഉമ്മച്ചി ഇങ്ങനെ പോയില്ലേ, ഉമ്മ പോയത് തിരിച്ചു വരുമെന്ന് ഉറപ്പില്ലാത്തൊരു പോക്കാണ്. ആ പോക്കിൽ തന്നതാണ് നമ്മുടെ ഈ ജീവിതം. പക്ഷേ ഇന്നലെ പറഞ്ഞ വാക്കിനോട് പോലും നമ്മൾ പ്രതികരിച്ചത് എങ്ങനെയാണ്? അള്ളാന്റെ ഇഷ്ടം കിട്ടുന്ന ഒരു പ്രതികരണമാണോ ഉമ്മച്ചി എന്തെങ്കിലും പറയുമ്പോ? അല്ലെങ്കിൽ തള്ള നിങ്ങൾക്ക് എന്താ അറിയാ, എന്ത് പറഞ്ഞിട്ട് നിങ്ങൾ ഈ പറയണത്, അല്ലേ? എന്റെ കൂട്ടുകാരെ കുറിച്ച് എന്തെങ്കിലും അറിയോ? നമ്മള് ഫോണിലാണ്, ഒഴിവുള്ള സമയം നമ്മൾ ഫോണിലാണ്. ഉമ്മ നമ്മളോട് പറയും, മോളെ ഒന്നാ ഫോൺ എടുത്തൂടെ. ഉമ്മച്ചി നിങ്ങൾക്ക് എന്തെങ്കിലും അറിയോ? ഉമ്മാക്കൊന്നും അറിയില്ല. പക്ഷെ ഉമ്മാക്ക് അറിയുന്ന ഒരു കാര്യമുണ്ട്,
എൻ്റെ മകൾക്ക് അപകടം പറ്റരുത് എന്നൊരു ആത്മാർത്ഥത ഉമ്മാക്കുണ്ട്. എൻ്റെ കുട്ടി പ്രയാസപ്പെടരുത് എന്നൊരു ബോധ്യം ഉമ്മാക്കുണ്ട്. ആ ബോധ്യത്തിൽ നിന്നാണ് നമ്മളുടെ മാതാവും നമ്മളുടെ പിതാവും പലയിടത്തും നമ്മളോട് സംസാരിച്ചും തിരുത്തിയും വഴി കാണിച്ചും നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് സ്നേഹപൂർവ്വം പരിഗണിക്കാൻ പ്രിയപ്പെട്ട മക്കളെ നമുക്ക് കഴിയണം. കാരുണ്യത്തിന്റെ ചിറക് താഴ്ത്തി കൊടുക്കാൻ നമുക്ക് പറ്റണം. ഉമ്മാക്കൊരു ഉറപ്പുണ്ട്. എനിക്ക് 12ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുണ്ട്. പല വാർത്തകളും പലയിടത്തുനിന്നും കേൾക്കുന്നുണ്ട്. 9ാം ക്ലാസ്സുകാരൻ കൊടുത്ത മയക്കുമരുന്നിന്റെ പേരിൽ 8ഉം 10ഉം കുട്ടികൾ അപകടത്തിൽപ്പെട്ട വാർത്ത നമ്മൾ വായിക്കുന്നുണ്ട്. എന്റെ 12ാം ക്ലാസ്സിൽ പഠിക്കുന്ന എന്റെ കുട്ടി എനിക്ക് അപമാനമുണ്ടാക്കുന്ന ഒന്നും അവനിൽ നിന്ന് ഉണ്ടാവുകയില്ല എന്ന ഉറപ്പ് കൊടുക്കണം. കാരണം അള്ളാഹു നമ്മളോട് പറഞ്ഞ എന്താ അറിയോ? ഫലാ തൻഹർഹുമാ, ഭയപ്പെടുത്തരുത് നിങ്ങൾ. എന്താ പേടിപ്പിക്കാന്ന് പറഞ്ഞ? പ്രിയപ്പെട്ട മക്കളെ, പെൺകുട്ടികളെ, നിങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഉമ്മാക്ക് ഭയം തോന്നരുത്. ഇറങ്ങിപ്പോകുന്നു 8ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും 12ാം ക്ലാസ്സിലും പഠിക്കുന്ന മക്കൾ പലരുടെയും കൂടെ ഇറങ്ങിപ്പോകുമ്പോൾ നിങ്ങളുടെ ഉമ്മച്ചിക്കും ഉപ്പാക്കും ഒരു ഉറപ്പ് വേണം. എന്റെ മകൾ 4 ആളുടെ മുന്നിൽ തല താഴ്ത്തി നടക്കേണ്ട, ദിനവും ജമാഅത്തിന് പോകുന്ന പള്ളിയിൽ ഏതോ ഒരു സൊഫിന്റെ മൂലക്കൽ തല താഴ്ത്തി നിന്ന് നമസ്കരിച്ച് ആർക്കും കൈകൊടുത്ത് സംസാരിച്ചൊന്ന് സലാം പറയാൻ പോലും തല പൊക്കാൻ കഴിയാത്ത അപമാനിതമാകുന്ന അവസ്ഥയിലേക്ക് എന്റെ ഉപ്പയെ ഞാൻ തള്ളിവിടില്ല എന്ന ഉറപ്പ് മാതാപിതാക്കൾക്ക് കൊടുക്കാൻ കഴിയണം. അതാ അല്ലാഹു പറഞ്ഞത്, ഫലാ തൻഹർഹുമാ, വിരട്ടരുത് നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളെ. വാക്കുകൊണ്ട് മാത്രമല്ല, പെരുമാറ്റം കൊണ്ടും സ്വഭാവം കൊണ്ടും ഒന്നും ഉമ്മയും ഉപ്പയും പേടിച്ചു പോകുന്ന ഒരവസ്ഥ ഉണ്ടാകരുത്. പകരം സമാധാനം അനുഭവിക്കാൻ കഴിയണം. എന്റെ കുട്ടി എന്റെ കൂടെയുണ്ടല്ലോ, എന്റെ മകൻ എന്നോടൊപ്പമുണ്ടല്ലോ എന്ന ബോധ്യത്തോടുകൂടി സന്തോഷിക്കാൻ നമ്മളുടെ മാതാപിതാക്കൾക്ക് കഴിയണം. ഒരു കഥ കൂടി ഞാൻ പറയാം. നമ്മൾ പലപ്പോഴും ഉമ്മ നമ്മളോട് ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കുന്ന ഒരു വാക്കാണ്, എടാ നീ എന്ത് വേണേലും ചെയ്തോ, എത്ര വേണേലും ചെയ്തോ, പക്ഷേ 10 മാസം നിന്നെ കൊണ്ടു നടന്ന വേദന എനിക്കേ അറിയുള്ളൂ. ഉമ്മ ഇടയ്ക്ക് പറയും. നമ്മളുടെ മുന്നിൽ ഒരിക്കലും തോറ്റു തരാത്ത ഒരാളുണ്ട്, അത് നമ്മുടെ ഉപ്പയാണ്. ഒരിക്കലും നമ്മളുടെ മുന്നിൽ തോറ്റു തരില്ല ഉപ്പ. അതിന്റെ അർത്ഥം ഉപ്പാന്റെ മനസ്സ് വേദനിക്കുന്നില്ല എന്നല്ല. സഹോദരങ്ങളെ, എന്തെല്ലാം ചെയ്തു തന്നിട്ടാണ്, എത്ര കഷ്ടപ്പെട്ടിട്ടാണ്. നമ്മളുടെ ജില്ലയിലുള്ള വളരെ ചെറിയ പ്രായത്തിലുണ്ടായിരുന്ന എൻ്റെ ഒരു ജ്യേഷ്ഠ സുഹൃത്ത്, അദ്ദേഹം ഗൾഫിൽ നിന്ന് വാട്സപ്പിൽ ഇങ്ങനെ കോൺടാക്ട് ചെയ്തപ്പോൾ പറഞ്ഞു, എനിക്കിപ്പോൾ ഒരു പ്രശ്നമുണ്ട്, ഒരു ശാരീരിക പ്രശ്നമുണ്ട്, മൂത്രമൊഴിക്കുമ്പോൾ ബ്ലഡ് വരുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ലീവ് എടുത്ത് നാട്ടിൽ വരും എന്ന് കോൺടാക്ട് ചെയ്ത് പറഞ്ഞ് നാട്ടിൽ വന്നു. 4 മാസം കഴിഞ്ഞിട്ട് അയാളെ കണ്ടപ്പോൾ പറഞ്ഞെന്തരോ, അതിൻ്റെ ഇടയിൽ കണ്ടു, സംസാരിച്ചു, രോഗത്തെക്കുറിച്ചൊക്കെ ചോദിച്ചു. 4 മാസം കഴിഞ്ഞൊരു ദിവസം അയാൾ വീണ്ടും പറഞ്ഞു, ഞാൻ തിരിച്ചു പോവുകയാണ്. ഞാൻ അയാളോട് ചോദിച്ചു, മനുഷ്യൻ നിങ്ങൾ എന്ത് വലിയ രോഗമായിട്ടാണ് ഇങ്ങോട്ട് വന്നത്? എന്നിട്ട് അത് പൂർണ്ണമായി ശിഫയാണതിൻ്റെ മുമ്പ് നിങ്ങൾ തിരിച്ചു പോകേ? അതിനോട് പറഞ്ഞ എന്തറിയോ, എൻ്റെ മോള്, എൻ്റെ കുടുംബം, ഞാനിവിടെ നിന്നാൽ എങ്ങനെ അവരെ മുന്നോട്ട് കൊണ്ടുപോകും? നമ്മൾ ചോദിക്കണം, ഉപ്പച്ചി എന്തെല്ലാം വേദനകളുള്ള ജോലി ചെയ്തിട്ടാണ് പാതിരാത്രിയിൽ കയറി വന്നത് എന്ന് നമ്മൾ അറിയണം. അപ്പൊ എന്താ അറിയോ, നമ്മുടെ ആവശ്യങ്ങളുടെ ലിസ്റ്റ് ചുരുങ്ങും, നമ്മളുടെ ചോദ്യങ്ങളുടെ എണ്ണം ചുരുങ്ങും. നമുക്കുള്ളൊരു ചിന്ത എന്താ അറിയോ, എന്ത് ചോദിച്ചാലും തരൂല, ഒന്നിനും അനുവദിക്കൂല, എങ്ങോട്ടും വിടൂല, ഒരു പൈസയും തരൂല. ഉപ്പച്ചി എങ്ങനെയാണ് ഇന്നലത്തെ ഫീസ് തന്നതെന്നോ, ആ യാത്രക്ക് അവസാനം ഞാൻ ചോദിച്ച് അവസാനം എനിക്ക് അനുവാദം തന്നപ്പോ ഉപ്പ എങ്ങനെയാണ് ആ കാശ പറഞ്ഞ സമയത്ത് എൻ്റെ കയ്യിലേക്ക് എത്തിച്ചു തന്നത് എന്ന് നമ്മൾ അറിയണം. അതിന് ഉയരെ നീളമുള്ള ബിൽഡിങ്ങിന്റെ മുകളിൽ തൂങ്ങിപ്പിടിച്ച് ജോലി ചെയ്തതിന്റെ വേദനയുണ്ടാകും. അതിന് കൊള്ളുന്ന വെയിലും മഴയും വകവെക്കാത്ത അധ്വാനമുണ്ടാകും അതിന്റെ പിന്നിൽ. മേലുദ്യോഗസ്ഥന്റെ വായിൽ നിന്ന് അനർഹമായി കേട്ട കുറെ വാക്കുകളുടെ വേദനയുണ്ടാകും അതിന്റെ പിന്നിൽ. പാതിരാത്രികളിൽ ദീർഘമായ സമയം ഉറക്കമൊഴിച്ച അധ്വാനത്തിന്റെ കഷ്ടപ്പാടുണ്ടാകും അതിന്റെ പിന്നിൽ. വീട്ടിലേക്ക് വരണം, ഉമ്മയുടെ അടുത്തേക്ക് എത്തണം, മക്കളെ കാണണം, ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ പുതിയ വീട്ടിൽ എനിക്ക് ഒരു രാവെങ്കിലും ഉറങ്ങണം എന്ന് ചിന്തിച്ചിട്ടും ലീവ് കിട്ടാതെ നീണ്ടുപോയ പ്രവാസത്തിന്റെ വേദനയുണ്ടാകും നമുക്ക് തന്ന പണത്തിന്റെ പിന്നിൽ. അതിന് നന്ദി പറയാൻ പറ്റണം. അതിനൊരു കഥ നമ്മൾ മനസ്സിൽ കൊത്തുവെക്കണം. ഫളൽ ഇബ്നു യഹ്യ എന്നൊരു വ്യക്തി, ഫളൽ മകനാണ്, യഹ്യ പിതാവാണ്. രണ്ടുപേരെയും അന്നത്തെ ഭരണാധികാരി ജയിലിലടച്ചിട്ട് മകൻ അറിയാ, ഉപ്പാക്ക് ഒളു എടുക്കണമെങ്കിൽ ചൂടുവെള്ളം വേണം. അപ്പൊ മകൻ എന്താ ഇതറിയോ, ജയിലിന്റെ മുറ്റത്ത് വിറക് കൂട്ടിയിട്ട് കത്തിച്ച് അതിന്റെ പുറത്ത് പാത്രം വെച്ച് വെള്ളം ഇങ്ങനെ ചൂടാക്കുക. അപ്പൊ ജയിലിലെ അധികാരികൾ വന്നിട്ട് ആ വിറക് തട്ടി തീ അണച്ചു, ഇതിവിടെ പറ്റൂല എന്ന് പറഞ്ഞ്. ആ മകൻ ആ പാത്രം എടുത്ത് ഒരു ചിമ്മിണി വിളക്ക് കത്തിച്ച് അതിന്റെ മുകളിൽ ആ തീനാളത്തിന്റെ മുന്നിൽ ആ പാത്രം പിടിച്ചിരുന്നു. അവരാ വിളക്കണച്ചു. അന്ന് ഫളൽ ചെയ്തൊരു പണിയുണ്ട്. ഉപ്പാക്ക് വേണ്ടി ഒളു എടുക്കാൻ വെച്ച വെള്ളപ്പാത്രം നെഞ്ചിലേക്ക് ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ടേ നേരം വെളുക്കുവോളം ഉണർന്നിരുന്നിട്ട് ഫളൽ പറഞ്ഞു,
എൻ്റെ ശരീരത്തിൻ്റെ ചൂട് പറ്റിയിട്ടെങ്ങാനും ഈ പാത്രത്തിലെ വെള്ളം ചൂടായാൽ സുബഹിക്ക് എൻ്റെ ഉപ്പച്ചിക്ക് അതുകൊണ്ട് ഒതു എടുക്കാലോ. ഉപ്പാക്ക് വേണ്ടി മനസ്സിൽ തട്ടി ചെയ്തു കൊടുത്ത എത്ര നന്മകൾ നമ്മുടെ മനസ്സിൽ വരുന്നുണ്ട്. അതുകൊണ്ട് ഇന്ന് നമ്മൾ ചെയ്യേണ്ടത് എന്താ അറിയോ? നേരെ ടീൻ സ്പേസ് കഴിഞ്ഞ് ചെന്നിട്ടേ, ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായി മാതാപിതാക്കൾ എന്ന വിഷയം അവതരിപ്പിച്ചത് കണ്ണൂർ ജില്ലയുടെ ഹൈസക്കിലാണ്. നിങ്ങളുടെ പ്രായമുള്ള കുട്ടികൾ. അന്ന് ഞാൻ അവരോട് പറഞ്ഞൊരു വാക്ക് നിങ്ങളോടും പറയാം. ഇന്ന് ചെന്നിട്ട് ഉമ്മച്ചിൻ്റെ കൈ ചേർത്ത് പിടിച്ചിട്ട് പറയണം, ഉമ്മ എന്തെങ്കിലും ഒരു തെറ്റ് എൻ്റെ അടുത്തുനിന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഉമ്മച്ചി എനിക്ക് പുറത്തു തരണം. അതിന് ഉമ്മ തരുന്നൊരു മറുപടി ഉണ്ട്. അവിടെ എൻ്റെ സംസാരം കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ പ്രായമുള്ളൊരു കുട്ടി വൈകുന്നേരം എനിക്കൊരു വാട്സപ്പ് മെസ്സേജ് അയച്ചു. പറഞ്ഞു, ഉസ്താദേ നിങ്ങൾ പറഞ്ഞ പോലെ ഞാൻ എൻ്റെ ഉമ്മാൻ്റെ അടുത്ത് ചെന്നിട്ട്, ഉമ്മച്ചിയെ ഞാൻ എന്തെങ്കിലും ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ വാക്കാലോ പ്രവൃത്തിയാലോ എൻ്റെ ഉമ്മാക്ക് വേദനയുള്ള എന്തെങ്കിലും എൻ്റെ അടുത്തൊന്ന് പറ്റിയിട്ടുണ്ടെങ്കിൽ ഉമ്മ എനിക്കത് പുറത്തു തരണം. അന്ന് ഉമ്മ പറഞ്ഞു, ആ മകനെ ചേർത്ത് പിടിച്ചിട്ട്, മോനെ മാപ്പ് പറയാൻ മാത്രമുള്ള ഒരു തെറ്റും എൻ്റെ കുട്ടി എന്നോട് ചെയ്തിട്ടില്ല. അത് നമ്മുടെ ഉമ്മയുടെ വിശാലമായ മനസ്സാണ്. സഹോദരങ്ങളെ, ആ മനസ്സ് കിട്ടിയിട്ട് ജീവിതത്തിന് മുന്നോട്ട് പോകുമ്പോൾ കിട്ടുന്ന ഒരു വല്ലാത്ത വിജയമുണ്ട്. ഉമ്മച്ചിൻ്റെ പ്രാർത്ഥന അല്ലേ? ആലോചിച്ച് നോക്കി, രോഗിയായി കിടക്കുന്ന ഉമ്മ, നമ്മൾ സ്കൂൾക്ക് പോകുക, ഉമ്മാൻ്റെ അടുത്ത് ചെന്നിട്ട് ചുളിഞ്ഞു തുടങ്ങിയ ഉമ്മാൻ്റെ ശരീരത്തിൽ കൈവച്ച്, ഉമ്മച്ചിയെ ഞാൻ സ്കൂൾക്ക് പോകുക, അള്ളാഹു ഷിഫയാക്കി തരും, ഞാൻ വേഗം വരും. വേദനിക്കുന്ന ഉമ്മാൻ്റെ ശരീരത്തിനും തടവി പ്രാർത്ഥിച്ചിട്ട് ഉമ്മാക്ക് അപ്പൂ കഴിക്കേണ്ട മെഡിസിൻ ഒന്ന് എടുത്ത് ഒരു ഗ്ലാസ് വെള്ളവും കൈ കൊടുത്തിട്ട്, ഉമ്മച്ചി ഇനി ഞാൻ പോട്ടെ, എന്നെ കൊണ്ട് പറ്റണതൊക്കെ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകുമ്പോൾ, നമ്മൾ ഇറങ്ങുമ്പോൾ ആ മനസ്സിൽ നിന്ന് ഉയരുന്നൊരു പ്രാർത്ഥനയുണ്ട്. പടച്ചോനെ, എൻ്റെ കുട്ടി, അവളുടെ പ്രായമുള്ള അനേകം കുട്ടികൾ വഴിവിട്ട് ജീവിക്കുന്ന ഒരു കാലത്ത് ഒരു ഉമ്മയെ എങ്ങനെ പരിഗണിക്കണമെന്നതിൻ്റെ ഉത്തമ മാതൃകയാണ് എൻ്റെ മകൻ. അതുകൊണ്ട് ഉമ്മ എങ്ങനെ ഉമ്മയെ സ്നേഹിക്കണം, ഉപ്പയെ സ്നേഹിക്കണം എന്ന് മനസ്സിലാക്കി എൻ്റെ മകന് പടച്ചോനെ നീ പുറത്തു കൊടുക്കണേ. അവൻ്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലും നീ നന്മ കൊടുക്കണേ. അവൻ്റെ ജീവിതത്തിൽ അവൻ ഉയർച്ചകളും വളർച്ചകളും വിജയങ്ങളും നൽകണേ എന്ന മനസ്സിൽ തട്ടുന്ന ഉമ്മയുടെ പ്രാർത്ഥന, ലോകത്തിന്റെ സൃഷ്ടാവ് ആ പ്രാർത്ഥനയെ സ്വീകരിക്കും തടസ്സങ്ങളില്ലാതെ എന്നാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. ആ പ്രാർത്ഥന കിട്ടണം നമുക്ക്. ഉമ്മ അനുകൂലമായി പ്രാർത്ഥിച്ചാലും പ്രതികൂലമായി പ്രാർത്ഥിച്ചാലും കിട്ടും നമുക്ക്. അനുകൂലമായ പ്രാർത്ഥന കിട്ടണം. നോക്കൂ നിങ്ങൾ, ഭൗതികമായ വിഷയങ്ങളിൽ പോലും ഉമ്മാന്റെ പ്രാർത്ഥന നമുക്ക് ഗുണം ചെയ്യുന്നതാണ്. ഗുഹയിൽ മൂന്നാൾ അകപ്പെട്ട് അവർക്ക് രക്ഷപ്പെടാൻ പറ്റാതെ ഗുഹാമുഖത്ത് കല്ല് വന്നടഞ്ഞു നിന്നപ്പോ അവർ തീരുമാനിച്ചു, നമുക്ക് നമ്മൾ ചെയ്ത നന്മകൾ എടുത്ത് പ്രാർത്ഥിക്കാം. അവരിൽ ഒരാൾ പ്രാർത്ഥന എന്താ അറിയോ? അവരിൽ ഒരാൾ പ്രാർത്ഥിച്ച പ്രാർത്ഥന, അല്ലാഹുവേ എല്ലാ ദിവസവും ഞാൻ വീട്ടിലേക്ക് വരുമ്പോൾ കുറച്ച് പാലുമായിട്ടാണ് വരിക, അത് ഉമ്മാക്കും ഉപ്പാക്കും കൊടുക്കും. അവർ സന്തോഷത്തോടു കൂടി വാങ്ങി കുടിക്കുന്നത് കണ്ടിട്ടാണ് ഞാൻ ഉറങ്ങാറുള്ളത്. ഒരു ദിവസം ഞാൻ ആ പാലുമായി വന്നപ്പോൾ എൻ്റെ ഉപ്പച്ചി ഉറങ്ങിയിട്ടുണ്ട്. അപ്പം എൻ്റെ മനസ്സിലൊരു ചിന്ത, എൻ്റെ മക്കൾ എൻ്റെ കൂടെ ഉണ്ട്, അവർക്ക് കൊടുക്കാലോ. പക്ഷെ എൻ്റെ മനസ്സ് പറഞ്ഞത്, എന്നും ഉമ്മാക്കും ഉപ്പാക്കും ചെയ്തു കൊടുക്കുന്ന ഒരു നന്മ ഇന്ന് ഞാൻ ചെയ്യാതിരിക്കണ ശരിയല്ല. എന്നാൽ അവർ വിളിച്ചുണർത്തിയാലോ? അല്ല, അതൊരു ആദരവില്ലാത്ത പണിയാണ്. ഞാൻ കാത്തുനിന്നു. അവരെഴുന്നേറ്റപ്പോൾ ഞാൻ ആ പാൽപാത്രം അവർക്ക് കൊടുത്തു. അതെടുത്ത് അവർ കുടിച്ച് സന്തോഷത്തോടു കൂടി അന്ന് അവർ ഉറങ്ങി. പടച്ചവനെ, അങ്ങനെ ഞാൻ എൻ്റെ ഉമ്മാനെയും ഉപ്പാനെയും പരിഗണിച്ചത് നിന്റെ പ്രതിഫലം കിട്ടാൻ വേണ്ടി മാത്രമാണ്. റബ്ബേ, ഇപ്പോൾ അകപ്പെട്ട് ഈ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടുത്തി തരണേ എന്ന ആ മനുഷ്യന്റെ പ്രാർത്ഥന. മറ്റു രണ്ടുപേരും സ്വകാര്യതയിൽ അവർക്ക് ചെയ്യാവുന്ന തിന്മകളിൽ നിന്ന് വിട്ടുനിന്ന് അവർ ചെയ്ത നന്മകളെ എടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ ആ പ്രതിസന്ധി പടച്ചോൻ അവർക്ക് നീക്കിക്കൊടുത്തു എന്നാണ്. സഹോദരങ്ങളെ, ചെറിയ പ്രായമാണെങ്കിലും വേഗത്തിൽ രോഗങ്ങളും അപകടങ്ങളും പ്രശ്നങ്ങളും ഒക്കെ വരുന്ന ഒരു പ്രായമാണ്, ഒരു കാലമാണ് നമ്മളുടേത്. നമുക്ക് നമ്മളുടെ ബ്ലഡിന്റെ ടെസ്റ്റ് ചെയ്ത റിസൾട്ട് ഇങ്ങനെ നോക്കിയിട്ട് ഡോക്ടർ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റണതല്ല, അത് കുറച്ചും കൂടി ഒരു മേജറായിട്ടുള്ള ചികിത്സക്ക് പോകണം എന്ന് പറഞ്ഞിട്ട് ഒരുപക്ഷെ തിരിച്ചുവരവില്ലാത്തൊരു രോഗത്തിന് നമ്മൾ അടിമപ്പെട്ടിട്ടുണ്ട് എന്ന് ബോധ്യപ്പെട്ടിട്ട് വീട്ടിലേക്ക് തിരിച്ചു വരുന്നൊരു രംഗമുണ്ട്. അന്ന് നമ്മൾ കളിച്ചു നടന്ന സ്ഥലങ്ങളും നമ്മളുടെ വീടും നമ്മളുടെ കൂട്ടുകാരുടെ വീടും നാം സ്കൂളിലേക്ക് പോയ വഴിയോരങ്ങളും ഏതോ ഒരു വാഹനത്തിന്റെ സൈഡ് സീറ്റിലിരുന്ന് വീണ്ടും കണ്ട് ഇനിയൊരു പക്ഷേ ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ കാലം കഴിച്ചു കൂട്ടേണ്ടി വരുമോ എന്ന് ചിന്തിച്ച് അവസാനമായി ആ കാഴ്ചകൾ കണ്ടുപോരുന്ന സമയമല്ലേ, അന്ന് നമുക്ക് റബ്ബിനോട് പ്രാർത്ഥിക്കാൻ പറ്റും. പടച്ചോനെ, എൻ്റെ രോഗത്തിന് ചികിത്സയില്ല എന്ന് മെഡിക്കൽ സയൻസ് പറയുന്നുണ്ടെങ്കിലും നിനക്ക് മാറ്റാൻ പറ്റാത്ത ഒന്നുമില്ല. എൻ്റെ ഉമ്മാക്ക് ഞാൻ കുറേ നന്മ ചെയ്തു കൊടുത്തിട്ടുണ്ട്. എൻ്റെ ഉപ്പ പറഞ്ഞ എല്ലാ വാക്കുകളും ഞാൻ അനുസരിച്ചിട്ടുണ്ട്. അനുസരണക്കേടെന്ന് വരെ എൻ്റെ ജീവിതത്തിൽ ഞാൻ കാണിച്ചിട്ടില്ല റബ്ബേ. അതുകൊണ്ട് എൻ്റെ ഈ പ്രയാസം നീക്കിത്തരണേ എന്ന് പ്രാർത്ഥിക്കാനുള്ള കൈമുതലാണ്
നമ്മളുടെ മാതാപിതാക്കൾ എന്ന തിരിച്ചറിവോടുകൂടി ഇന്നു ചെന്ന് നമ്മൾ ചെയ്ത എല്ലാ പ്രയാസങ്ങൾക്കും, നമ്മളിൽ നിന്നുണ്ടായ എല്ലാ തരം വേദനകൾക്കും അവരോട് പുറത്തു തരാൻ പറഞ്ഞ്, ഉമ്മച്ചിയെ എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം, ഇനി ഇൻഷാ അല്ലാഹ് നിങ്ങൾ വിചാരിക്കുന്ന ഒരു നല്ല മകനായി മകളായി ഞാൻ ജീവിക്കുമെന്ന് ഉറപ്പ് കൊടുക്കാൻ നമുക്ക് സാധിച്ചാൽ അതിന്റെ വിജയം ഇഹത്തിലും പരത്തിലും നമുക്ക് അനുഭവിക്കാൻ കഴിയും. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.